വികലമായ ഒരു വികസന പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളയിൽ അത് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും. നമുക്കറിയാം 20 മണ്ഡലങ്ങളിലും ഒരു ചർച്ചയായത് കെട്ടടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ കേരളം കണ്ടിരിക്കുന്ന ഒരു വലിയ സമരത്തിൽ കൂടിയാണ് ആ സമയം. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം അത് ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി എന്തായാലും ഈ കേരളവുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിൽ മുന്നിൽ നിൽക്കുകയും ജനങ്ങളുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു ആളാണ്. അപ്പോൾ ആറ്റിങ്ങലിൽ കേരളയിൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ വി മുരളീധരനാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കേരളയിൽ മറക്കാത്ത മലയാളികളില്ല. സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ പിണറായി സർക്കാർ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആ മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇതാണ് മഞ്ഞക്കുറ്റി, പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയം. ഈ തെരഞ്ഞെടുപ്പിനും സാധാരണക്കാരായ ജനങ്ങൾ ഇത് ഓർക്കാതെ പോകില്ല. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ 13 വില്ലേജുകളിലൂടെയാണ് പിണറായി സർക്കാരിന്റെ ദുരന്ത പദ്ധതിയായ കേരയിൽ കടന്നു പോകുന്നത്. ഉദ്ദേശം ഇങ്ങനെ: കേരയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: കടിഞ്ഞംകുളം, പള്ളിപ്പുറം, വെയിലൂർ, അഴൂർ, കൂന്തള്ളൂർ തുടങ്ങി നാവായിക്കുളം, പള്ളിക്കൽ വരെയുള്ള 11 പ്രദേശങ്ങൾ. ദാക്ഷിണ്യമില്ലാതെ വീടായ വീടുകളെല്ലാം മഞ്ഞക്കുറ്റി അടിച്ചു. അവിടെയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ. നമുക്ക് ഈ കേരളം വേണ്ട, നമ്മളെ വീട് പോവേ ഇല്ല. മന്ത്രി ഒന്ന് പറഞ്ഞതിനു നമുക്ക് സമാധാനപ്പെട്ടു. ഇതാകൊണ്ടിട്ടേക്കുന്ന എന്റെ വീട് മൊത്തവും പോകും. ഇത് ഞങ്ങൾക്ക് വേണ്ട. വന്ദേ ഭാരത് സ്പീഡിന് പോവാറുണ്ട്. കേരളത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ കൈവിട്ടു പോകുന്നത് നോക്കി നിന്ന നിസ്സഹരായ ജനങ്ങൾ. അവിടെയും ഒന്നും നഷ്ടപ്പെടുത്തേണ്ടി വരില്ല എന്ന ഉറപ്പു നൽകി വി മുരളീധരൻ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരൻ ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് നിരവധി പേര് പരാതികൾ പറയുകയും ചെയ്തു. അതിന് പരിഹാരം എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് കേരളയിൽ ഒരിക്കലും അനുവദനീയമല്ല, കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോഴും അതിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കല്ലുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട്. അതിനനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, കേരള സർക്കാർ ഈ കേരളയിൽ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഈ കല്ലുകൾ പിഴുതുമാറ്റി ഇവിടുത്തെ ജനങ്ങളെ സ്വതന്ത്രരാക്കണമെന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത്. അതോടൊപ്പം ഈ മുരളീധരൻജി നൽകിയ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാ ഉറച്ച പിന്തുണയും ഞങ്ങൾ നൽകുകയും ചെയ്യും. ആറ്റിങ്ങൽ മേഖലകളിലെ ജനകീയ സമരങ്ങളിലെല്ലാം വി മുരളീധരൻ ജനങ്ങൾക്കൊപ്പം കൂടെ നിന്നു. കേരളയിൽ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വരരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ? ഈ പറയും പോലെ കേന്ദ്രമന്ത്രി അന്ന് ഒരിക്കലും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. എപ്പോഴും താപുരത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ആൾക്കാർ പുഴുതു മാറ്റി. ഞാൻ ഇവിടെ തന്നെ അങ്ങിട്ടിരിക്കുകയാണ്. വെറുതെ ഇനി അത് കൂടുതൽ പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ഇതെന്തെങ്കിലും ഒരു തീരുമാനം ആയതിനു ശേഷം എടുത്ത് മാറ്റാന്ന് വെച്ചു. 1126 ഹെക്ടർ ഭൂമിയോളം കേരയിൽ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. കേരയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥി വി മുരളീധരൻ നൽകുന്ന ഉറപ്പ്. എന്ത് മനുഷ്യത്വരഹിതമായ നിലപാടാണ്! ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയ്ക്കിടയിൽ കൂടെ മഞ്ഞക്കുറ്റികൾ പതിപ്പിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ ദ്രോഹ നടപടി. കേരയിൽ വരികില്ല, വരാൻ അനുവദിക്കില്ല. വി മുരളീധരൻ ഇവർക്ക് നൽകിയ ഉറപ്പാണ്. ക്യാമറമാൻ നിതിൻ ലേബിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.